ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം ചാനൽ. ഇന്ന് നമ്മുടെ ഇലക്ട്രോണിക് സീരീസിൽ ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊജക്ടറുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ പ്രൊജക്ടർ ഒന്ന് പൊളിച്ചടക്കാം നമുക്ക്. അതായത് ഈ പ്രൊജക്ടറിൻ്റെ ഉൾഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കമ്പോണൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ പ്രൊജക്ടറിനുള്ളിൽ ഉള്ളത് കാണുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പ്രൊജക്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് പൊളിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്രൊജക്ടർ ഒരു DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ നമുക്കിനി നേരെ ഈ ഒരു പ്രൊജക്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് എനിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ക്രൂകളെല്ലാം ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് അയച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മേലെയുള്ള ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു വയർ കാണാം. ഇത് റിമോട്ടിൻ്റെ സെൻസറിലേക്കുള്ള ഒരു 3 വയറുകളാണ്. അതൊന്ന് ആദ്യം അയച്ചെടുക്കാം. അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പ്രോസസ്സർ അടങ്ങിയ ബോർഡ് ഇതാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളാണ് ഈ കാണുന്ന ബട്ടണുകൾ. ഇവിടെ കാണുന്ന ബട്ടണുകൾ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ഇൻഡിക്കേറ്റർ കാണിക്കുന്ന LED ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്ട്രിപ്പ് വയർ വരുന്നുണ്ട്. ഇതേപോലെ ഒരു വയർ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിലേക്ക് പോകുന്ന കണക്ഷനാണ് ഈ ഒരു സ്ട്രിപ്പ് വയറിലൂടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഹീറ്റായി കഴിയുമ്പോൾ, അതായത് ഇതിലെ LED ഹീറ്റായി കഴിയുമ്പോൾ അതിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ ഉണ്ട്. 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാൻ ഉണ്ട്. ആ ഫാനിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ലൈറ്റ് സോഴ്സിനായി ഉപയോഗിച്ചിരിക്കുന്ന LEDയിലേക്കുള്ള കണക്ഷനുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കണക്ഷനുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബോർഡിൻ്റെ ഇതിലേക്കുള്ള മെയിൻ പവർ ഒഴിവാക്കുകയാണ്. അതിനുശേഷം ഫാനിലേക്കുള്ള വയറ് ഇതിൻ്റെ പിന്ന് ഊരി ശേഷം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു സ്ട്രിപ്പ് വയറിൻ്റെ കണക്ഷൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം അയച്ചെടുക്കണം. പതുക്കെ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് പൊക്കി കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് പോരും. ഇതേപോലെ വളരെ സൂക്ഷിച്ചു വേണം ഈ സ്ട്രിപ്പ് വയർ നമ്മൾ ഊരാൻ. അതിനുശേഷം ഈ ബോർഡ് ഞാനൊന്ന് ഇതിൽ നിന്നും മാറ്റി വെക്കുകയാണ്. ഇവിടെ കാണുന്നതാണ് ഇതിന് സ്പീക്കർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. ഇതിനുള്ളിലാണ് ലൈറ്റ് സോഴ്സും LED ബൾബാണ് ഇതിന് ലൈറ്റ് സോഴ്സായിട്ട് നൽകിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് LED വരുന്നത്. ആ LEDയെ അതിൻ്റെ ഹീറ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട്, ആ ഹീറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് സിങ്കാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പലതും വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അയച്ചു നോക്കാം. അപ്പോൾ സ്ക്രൂ ഒക്കെ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കവറിങ് ഒന്ന് അയച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ ലെൻസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് സോഴ്സ് എല്ലാം ഇതിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെൻസിലൂടെയാണ് നമുക്ക് പിക്ചറുകൾ പുറത്തേക്ക് ലഭിക്കുന്നത്. അപ്പോൾ ലെൻസിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ലെൻസും കൂടെ ഉണ്ട്. ഒരു കോൺകേവ്
ലെൻസ് പോലെയുള്ള ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഒരു സ്ക്രീൻ. ഈ കാണുന്ന ട്രാൻസ്പാരൻറ്റ് സ്ക്രീനിലൂടെയാണ് പിക്ചറുകളെല്ലാം നമുക്ക് കാണിക്കുന്നത്. ഈ സ്ക്രീനിൽ പിക്ചറുകൾ തെളിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടത്തിവിട്ട് അത് ലെൻസിലൂടെ കടത്തിവിട്ടിട്ടാണ് നമ്മൾക്ക് ഈ പിക്ചറുകളെല്ലാം വലുതായിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇതിൽ നിന്നും വരുന്ന ലൈറ്റ് സോഴ്സിനെ LED-യുടെ വൈറ്റ് ലൈറ്റ് സോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലെൻസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി ഇതിനുള്ളിൽ വരുന്നത് ഈ ഒരു LED ലൈറ്റ് സോഴ്സ് മാത്രമാണ്. ഇതാണ് ഈ ഒരു LED ആണ് ഇതിലേക്ക് ലൈറ്റ് നൽകുന്നത്. അപ്പോൾ ഇത് LED-യുടെ ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്ടറിൻ്റെ ബേസിക് സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു പ്രൊജക്ടറിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.